ശരീരവളർച്ച മാത്രമല്ല, എല്ലാവർക്കും അടുത്തുനിന്ന് കണ്ടതാണ്. തീർച്ചയായും ഇത്ര പേരിലേക്ക് എത്തിയതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനോട് പറഞ്ഞത് സത്യത്തിൽ ഞാനും ബഷീറിന്റെ പങ്കെടുത്ത് പോകാൻ നാളുണ്ടായിരുന്നു. അത് അവിചാരിതമായിട്ട് അത് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ഇന്നലെ ട്രെയിനിങ്, ഇന്നലെ വേറെ ട്രെയിനിങ്, രണ്ടും ക്യാൻസൽ ചെയ്തുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഞാനുണ്ട്. ആരും ആഡ് ചെയ്ത് എനിക്ക് അറിയില്ല. അപ്പൊ അതിലത് കണ്ടപ്പോ എന്തായാലും യൂത്തിന്റെ പുതിയ ബിഗിനേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടപ്പോ അന്ന് കാണുക എന്തൊക്കെയാണ് പുതിയ ടീമുകളൊക്കെ പറയുന്നത് കാണാൻ കൂടി വേണ്ടാവുന്നതാണ്. തീർച്ചയായിട്ടും എനിക്കും എന്താ പറയാ ഇന്നത്തെ രാജ്യസഭ മെമ്പർസൊക്കെ എനിക്കൊരു അവധി തന്നിട്ടുണ്ട്. അത്ര അവസരം ഒരുക്കിയത് ടീമിന്റെ എല്ലാ പ്രവർത്തകരോടും നന്ദിയും കടപ്പാട് അറിയിക്കാം. പിന്നെ ഒരു മെസ്സേജ് എനിക്ക് പറയാനുള്ളത്, ഏതായാലും നിങ്ങളൊക്കെ ഇന്നത്തേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കും. നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും കുറച്ചുകൂടെ എനർജി, കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. ജീവിതത്തിൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കഴിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നു. ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കുടുംബത്തിൽ കുറച്ചുകൂടി സന്തോഷവും സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും കുറച്ചുകൂടെ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ബന്ധങ്ങളിൽ കുറച്ചുകൂടെ നന്മ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ കുറച്ചുകൂടി ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാ ആൾക്കാരും എല്ലാ മേഖലയിലും കുറച്ചുകൂടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഭ്രാന്ത്? വാട്ട് ഈസ് ഇൻസാനിറ്റി? പരിസരം മറന്ന പ്രവർത്തനമാണ്. പിന്നെ അബ്നോർമൽ ആവുകയാണ് ഭ്രാന്ത്. പിന്നെ സ്വയം ബോധ്യം നഷ്ടപ്പെടുകയാണ്. ബോധം നഷ്ടപ്പെടുകയാണ്. ബോധമാണ് ബോധ്യമാണെങ്കിൽ ഓക്കെ. പിന്നെ ഐൻസ്റ്റീനോട് ചോദിക്കണം എന്താണ് ഭ്രാന്ത്? ഞാൻ പറയുന്ന മനോഹരമായ കൊട്ടേഷൻ. ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് എക്സ്പെക്ടിങ് ദ ഡിഫറെന്റ് റിസൾട്ട്, ദാറ്റ്സ് ഇൻസാനിറ്റി. Doing the same thing over and over again and expecting the different result, that's insanity. What the idea? ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, വ്യത്യസ്തമായ റിസൾട്ട് പ്രതീക്ഷിക്കുക, അതാണ് ഭ്രാന്ത്. ഇതുവരെ നടത്തിയ പ്രവർത്തനം അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ കാണിച്ച എല്ലാ സ്വഭാവങ്ങളും അതുപോലെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്താൻ നമ്മൾ തയ്യാറല്ല. എന്നിട്ട് കുറച്ചുകൂടി ഗ്രോത്ത് ആഗ്രഹിക്കുകയും ചെയ്യാം. അതാണ് ഭ്രാന്ത്. ഇതുവരെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കുടുംബത്തിൽ, സുഹൃത്തുക്കളോട്, നമ്മുടെ കോവർക്കേഴ്സിനോട് പെരുമാറിയത്, ആ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും നമ്മൾ തയ്യാറല്ല. അവരൊക്കെ നമ്മൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുകയും ചെയ്യാം. അതാണ് ഭ്രാന്ത്. ഭ്രാന്തന്മാരാവാതിരിക്കുക. താങ്ക് യു.